ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനും അതും കൂടെയാണ് വന്നിരിക്കുന്നത്. അതുക്കുട്ടൻ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, പനിയുടെ ചെറിയ ക്ഷീണമെല്ലാം ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അതുക്കുട്ടനെ കൊണ്ട് മസ്റ്ററിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത് പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ മസ്റ്ററിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ചെറിയ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുക്കുട്ടൻ എവിടെയെങ്കിലും വണ്ടിയിൽ പോകാനൊക്കെ റെഡിയാണ് ആൾ. അധികം ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ചില ദിവസം അവൻ്റെ മൂഡ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇന്നാൾ ഓക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ കൂടെ വാ, ഞങ്ങളുടെ അക്ഷയ കേന്ദ്രമൊക്കെ ഒന്ന് കാണിച്ചു തരാം. രാമന്തളി ചെറിയ ടൗൺ, അതായത് ജംഗ്ഷനും കാര്യങ്ങളും കൂടെയാണ് നമ്മൾ പോകേണ്ടത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യുക. നമ്മളെവിടെ പോകുന്നത് മസ്റ്ററിങ് ചെയ്യാനാ? ആണ് ഇന്നെന്ത് സ്കൂളിൽ പോകാഞ്ഞത് പോകാൻ മേടിച്ചിട്ടല്ലേ? പനിയല്ലേ? പനി, ചുമ, ക്ഷീണം അല്ലേ? അതുകൊണ്ടാണ് മോൻ പോകാഞ്ഞല്ലേ? ഓക്കെ, നമുക്ക് മസ്റ്ററിങ് ഒക്കെ ചെയ്യാൻ പോയിട്ട് കേട്ടോ. ഓ, അത് കുട്ടൻ വണ്ടി വരാൻ വെയിറ്റിങ്ങിലാണ്. ചെറിയ പനിയുടെ ചെറിയ ക്ഷീണമെല്ലാം ഉണ്ടായിരുന്നു. എണീക്കാൻ ലേറ്റായി, അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല. നല്ല പനിയായിരുന്നു ഒരാഴ്ചയായിട്ട്, പൊടിമൂക്കുമുണ്ട്. ഓ, അതാ വണ്ടി വരുന്നുണ്ട്. ഓക്കെ, അല്ല അവിടെ ഇല്ല, തെക്കുമാട്. അതുക്കുട്ടന് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ എവിടെ എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് അവനെ കൊണ്ടുപോകാം. പക്ഷേ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വണ്ടിയിൽ ഇറങ്ങാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഈസിയാണ്. ഒരു വണ്ടിയിൽ അവനെ കൂട്ടിയിട്ട് എവിടെ വേണമെങ്കിലും പോകാം. കാഴ്ചകൾ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾ അധികം ഹൈപ്പറായിട്ടുള്ള ആളൊന്നുമല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ള. പിന്നെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റേതായിട്ടുള്ള 18 വയസ്സായി, മോന് 18 വയസ്സ് കഴിഞ്ഞു. അപ്പം പ്രായത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ. ഹസ്ബൻഡ് ഉള്ളപ്പോഴത്തേക്കിനും കുഴപ്പമില്ല, ഹസ്ബൻഡ് ഗൾഫിലാണ്. അവരുള്ളപ്പോഴത്തേക്കിനും അവർ രണ്ടാളും കൂടെ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്തോളും. ഇതിപ്പം നമ്മുടെ അളിയനാണ് കൂടെ വന്നിരിക്കുന്നത് വണ്ടിയും കൊണ്ട്. ഇപ്പം ഇവർ ഹസ്ബൻഡില്ലാത്തപ്പോഴത്തേനും അധികവും പ്രഭാരേട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലെത്തി. ഒന്ന് ചോദിച്ചു നോക്കട്ടെ അവിടെ ഓക്കെ ആണോ എന്നുള്ളത്. ഇതിന് ശേഷം നമുക്ക് അവനെ ചോദിച്ചിട്ട് വന്നിട്ട് ഇറക്കാം. അങ്ങനെ അക്ഷയ കേന്ദ്രത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നോക്കട്ടെ, കൈ വെച്ച് കഴിഞ്ഞാൽ എടുക്കുമോ ഇല്ലയോ എന്നറിയില്ല. കഴിഞ്ഞ വർഷം 2-3 പ്രാവശ്യം നമ്മൾ അക്ഷയയിൽ പോകേണ്ടി വന്നിരുന്നു ഇതിൻ്റെ ആവശ്യത്തിനായിട്ട്. ഒരു കൈ വെച്ചു, ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവനവിടെ ഹോൾഡ് ചെയ്യുകയില്ല. ആദ്യത്തെ പ്രാവശ്യം വെച്ചപ്പോൾ അവൻ വേഗം എടുത്തു. രണ്ടാമത് നമ്മൾ വെച്ചപ്പോഴത്തേക്കിനും അത് വേഗം തന്നെ ക്ലിയറായി കിട്ടി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ എല്ലാം ക്ലിയറായി വരുമോ ഇല്ലയോ എന്നുള്ളത്. നോക്കാം, ക്ലിയറായി കേട്ടോ. വേഗമായല്ലോ നമ്മുടെ മസ്റ്ററിങ്, വേഗമായല്ലോ. അതിപ്പോൾ ബിരിയാണി വേണോ? നല്ല ഗുഡ് ബോയ് ആയാലും ബിരിയാണി വേണം. ഈ റോഡ് നേരെ പോകുന്നത് നേവൽ ബേസിലേക്കാണ് കേട്ടോ. നേവലിൻ്റെ ഗേറ്റിലേക്കാണ് പോകുന്നത്. പയ്യെ നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് പുതിയ വീഡിയോസൊക്കെ എടുക്കാം. അത് കുട്ടൻ തിരിച്ച് വണ്ടി കയറിയിരുന്ന് വീട്ടിലേക്ക് പോകാൻ. യാത്ര ഞാൻ പറഞ്ഞല്ലോ, യാത്ര ഭയങ്കര ഇഷ്ടമാണെന്ന്. വണ്ടി മതി അവന്. ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. പ്രഭാരൻ എന്തോ ആവശ്യത്തിനായിട്ട് അക്ഷയയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എത്തും. ഇന്നിവിടെ നല്ല മഴ കാലാവസ്ഥയാണ്. നിങ്ങളുടെ അവിടെയൊക്കെയോ? നല്ല മഴക്കാറാണ്. 2 ദിവസമായിട്ട് വീണ്ടും മഴ തുടങ്ങി. 1 മാസമായിട്ട് നല്ല മഴയായിരുന്നു. അതിന് കുറച്ചൊരു ശമനം വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇന്നലെ തൊട്ട് ഒരു മഴ
ടിക്കറ്റ് എടുത്തിട്ട് വാ. ഇവിടെ നീ ഇതിൽ ഒരെണ്ണം എടുത്ത് തന്നെ. ആ ഫസ്റ്റ് തന്നെ ഉള്ളത് ഇങ്ങനെ എടുത്ത് തന്നെ. കുറേ ആയാലും നിന്നെ കാണാത്ത. 75 തന്നെ. അടിക്കാനുള്ളതാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അടിക്കും. ഇങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. നമ്മുടെ ഒരു പഴയ ഫ്രണ്ടാണ്. പോരുന്ന വഴിക്ക് നല്ല മഴ പെയ്തു. ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല മഴക്കാറുണ്ട് എന്നുള്ളത്. നല്ല മഴയായിരുന്നു. നമ്മൾ കർട്ടനൊന്നും ഇട്ടില്ല. അത് കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം. അന്ന് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു. പനിയുണ്ടായിരുന്നെന്നറിയാം. എങ്കിലും നമ്മൾ കർട്ടനൊന്നും ഇടാണ്ട്, ശരിക്കും പറഞ്ഞാൽ ഹാഫ് അവൻ നനഞ്ഞിരുന്നു. അപ്പം അങ്ങനെ അവനിന്ന് നല്ല ഗുഡ് ബോയ് ആയിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ബിരിയാണിയൊക്കെ അവന് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഒരു ഹാഫ് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, ബിരിയാണിയുടെ ഒരു ഷോപ്പുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. നമ്മുടെ സാധാ ചോറിനോട് വലിയ താല്പര്യമില്ല. അതിന് സാധാ ചോറും കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. കുട്ടൻ ഹാപ്പിയായി. വെള്ളമൊക്കെ തന്നെ എടുത്ത് കുടിച്ചോളൂ. അമ്മ തരാം. രസമുണ്ടോ മോനെ? ഇങ്ങനെ എപ്പോഴും നല്ല മോനാണെന്നുണ്ടെങ്കിൽ അമ്മ ഓരോ ഗിഫ്റ്റെല്ലാം വാങ്ങിത്തരും മോന്. ഓക്കേ. ചില ദിവസങ്ങളിൽ ഭയങ്കര ബഹളമായിരിക്കും. മുടിയൊക്കെ മുറിക്കാൻ പോയാൽ അവൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ്. ഇന്നെന്തോ ഭാഗ്യത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. വെള്ളമെല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് കാരണം കുറച്ചെല്ലാം നനഞ്ഞിട്ട്, വണ്ടിയിൽ നിന്ന് തന്നെയാണെങ്കിലും നനഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങളെത്തിയത്. കുഴപ്പമില്ല. പനിയുടേതായിട്ടുള്ളൊരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുട്ടി കുട്ടി വ്ളോഗുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. ഞാനത് നികത്തി മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പഠിച്ചു വരുന്നതേ ഉള്ളൂ. എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ടായതല്ലേ ഉള്ളൂ. ഓക്കെ. എല്ലാവരോടും സന്തോഷം, സ്നേഹം, താങ്ക് യു. വീഡിയോ കാണുന്ന എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.